Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. Then, we ventilator complete yellow chapter. Illa. Okay. Patient on ventilator requires to get monitored വരെയല്ല നമ്മളെടുത്ത് ഈ പോയിന്റ്സ് വരെയല്ല പറഞ്ഞു നിർത്തിയത് ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷർ ആണോ? ഓക്കെ. അപ്പൊ നമ്മള് വെന്റിലേറ്ററിൽ മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങള് എന്നതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. What are the benefits of mechanical ventilation? What are the benefits of mechanical ventilations? എങ്ങനെയൊക്കെയാണ് ഈ ഒരു വെന്റിലേഷൻസിന്റെ ബെനഫിറ്റ്സ് കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. നോക്കാം. പോയിന്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, the patient does not have to exert as much effort to breathe. എന്നുവെച്ചാൽ എന്താർത്ഥം? പേഷ്യൻസ് എന്താണ് ബ്രീത്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അവരെയാണല്ലോ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആക്കുന്നത്. സോ അവർക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മീൻസ് ശ്വസിക്കാനായിട്ട് എടുത്താണോ അത്? ബെനിഫിറ്റ്സ് പറഞ്ഞു അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് ആണോ? ഞാൻ നിങ്ങളോട് മോണിറ്റർ ആണെന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഇന്ന് റിസ്ക് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം കേട്ടോ. നോക്കാം. ബെനിഫിറ്റ്സ് വരുന്നത്, the patient does not have to exert as much effort to breathe. The patient's breathing is likely to become normal, helps the patient receive as much oxygen as he or she requires, maintains a stable airway and permits medications to work and the body to make a better. Okay, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. Next one, risk of being on a ventilator. അല്ലെ, എന്തൊക്കെയാണ് ഒരു വെന്റിലേറ്ററിൽ നീണ്ട കാലയളവിൽ കിടക്കുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. നോക്കാം. ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. അല്ലെ, നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു വെന്റിലേറ്റർ വഴി സഹായിക്കുന്നു. Nevertheless, like other treatments, ventilators can cause future side effects. അല്ലെ, അതുപോലെ തന്നെ വെന്റിലേറ്റേഴ്സിന് എന്താണ് ഫ്യൂച്ചറിലെ സൈഡ് എഫക്ട്സ് വന്നിരിക്കാം. This is more common if the patient is on a ventilator for a prolonged period. നീണ്ട കാലയളവില് ഒത്തിരി നാള് മീൻസ് ഒരാഴ്ചയോ അല്ലെങ്കിൽ 1-2 ദിവസം വെന്റിലേറ്റർ കിടന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഒരു നീണ്ട കാലയളവില് ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ കഴിയുകയാണെങ്കിൽ അത് ആ ഒരു പേഷ്യന്റിന് സൈഡ് എഫക്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം. A few of the most common risks connected with being on a ventilator include ഏതൊക്കെ തരത്തിലുള്ളാണ് റിസ്കുകൾ വരുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഓരോ റിസ്കുകൾ എന്തൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻഫെക്ഷൻ. അല്ലെ, ഇൻഫെക്ഷൻസ് സംഭവിക്കാം. നോക്കാം. One of the main risks being on a ventilator with a breathing tube is infection. നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് മുക്കിൽ കൂടി ട്യൂബ് ഒക്കെ ഇട്ട പേഷ്യൻസ് ഒക്കെ അല്ലെ, ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണ് വെന്റിലേറ്ററിൽ കിടക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഈ ട്യൂബ് ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ വെന്റിലേറ്ററിൽ ഓൾറെഡി ആ ഒരു പേഷ്യന്റ് കിടക്കുന്നത്. അപ്പൊ ഈ ട്യൂബിൽ നിന്നും ഇൻഫെക്ഷൻസും സംഭവിക്കാം. ഫ്ലൂയിഡ്സ് ആൻഡ് mucus develop in the throat. Windpipe can permit germs to pile up on the breathing tube. അല്ലെ, നമുക്കറിയാം എന്താ മ്യൂക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂക്കസ് അറിയാമോ? കേട്ടിട്ടുണ്ടോ മ്യൂക്കസ് എന്താണെന്ന്? മ്യൂക്കസ് സയൻസ് റിലേറ്റ് ചെയ്ത് പഠിച്ചവർക്കുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ആരുമില്ല. ലിക്വിഡ് ആണെന്ന് പറയാം. നമ്മുടെ മൂക്കിനുള്ളിൽ ഉണ്ടാകുന്ന ഒരുതരം ശ്ലേഷ്മതരമാണ് കേട്ടോ. ഒരു ശ്ലേഷ്മസ്തരത്തെയാണ് നമ്മൾ മ്യൂക്കസ് എന്ന് വിളിക്കുന്നത്. മൂക്കിനുള്ളില് മീൻസ് ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു
ശ്ലേഷ്മതരോണം മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ട്യൂബൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ മ്യൂക്കസ് വന്ന് നിറയുക, അതുപോലെ ഫ്ലൂയിഡ്സ് മറ്റും വന്ന് നിറഞ്ഞിട്ട് അത് നമ്മുടെ തൊണ്ടയിലേക്കും അതുപോലെ തന്നെ നിപ്പൈപ്പ് നമ്മുടെ വോയിസ് അതിനകത്തൊക്കെ ജെംസ് വരാം, അണുക്കൾ ഉണ്ടാകുമെന്ന്. അപ്പൊ അതിലൂടെ ഈ ബ്രീത്തിങ് ട്യൂബിലൂടെ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ദിസ് ജെംസ് ക്യാൻ ദെൻ മൂവ് ഇൻ ടു ദ ലങ്സ്. ഈ ഒരു അണുക്കൾ എന്ത് ചെയ്യും, ഈ ഒരു ട്യൂബിലൂടെ നമ്മളുടെ ലങ്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ന്യൂമോണിയ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സൈനസ് ഇൻഫെക്ഷൻസ് ആർ ഓൾസോ യൂഷ്വൽ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ്. ബ്രീത്തിങ് ട്യൂബിലൂടെ തന്നെ സൈനസ് ഇൻഫെക്ഷൻസും വരാറുണ്ട്. എന്താ സൈനസ് ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാല്? സൈനസ് ഇൻഫെക്ഷൻസ് എന്ത് സൈനസ് ഇൻഫെക്ഷൻ? അലർജി പറയാം. അതുപോലെ തന്നെ ഡെന്റലി, നമ്മുടെ വായ്ക്കുള്ളിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, ഡെന്റലി പ്രോബ്ലംസ് എന്നൊക്കെ പറയാം. വായിക്ക ഉള്ളിൽ വരുന്ന ട്യൂബൊക്കെ ഇട്ടൊക്കെയാണല്ലോ, അപ്പൊ നമുക്ക് വായി ക്ലീൻ ചെയ്യാനും മറ്റൊന്നും സാധിക്കില്ലല്ലോ എപ്പോഴും. അപ്പോ അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ്, അതാണ് ഇൻഫെക്ഷൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം വെന്റിലേറ്ററിലെ ബ്രീത്തിങ് ട്യൂബ് വഴിയാണ് ബ്രീത്ത് ചെയ്യുന്നത്. സോ ഈ ട്യൂബിലൂടെ ഫ്ലൂയിഡ്സും മറ്റും മ്യൂക്കസ് പോലുള്ള അവസരങ്ങളും നിറയുമ്പോൾ അത് നമ്മളുടെ ഈ അണുക്കൾ എന്ത് ചെയ്യുന്നു, നേരിട്ട് തന്നെ ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻഫെക്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇറിറ്റേഷൻ. എന്ത് ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ, ഇറിറ്റേഷൻ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരിക എന്ന് വെച്ചാല് മീൻസ് മലയാളം എന്താണ്, വെറുപ്പെന്ന് പറയാൻ പറ്റുമോ? ഇറിറ്റേഷന് എന്ത് പറയാം നമ്മള്? വെറുപ്പെന്ന് പറയണോ? ഇറിറ്റേഷൻ എന്താ? ഇറിറ്റേഷൻ ശല്യം. ഓക്കെ, എന്തൊക്കെയാണ് മീനിങ് മലയാളത്തിലേക്ക്? അവസ്ഥ, ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് എന്ന് പറയാം അല്ലെ? അസ്വസ്ഥത, ഒരു സുഖമില്ലായ്മ. ഓക്കെ, നമ്മൾ പറയുന്ന നമ്മളുടേതായിട്ടുള്ള ശൈലിയിലുള്ള മീനിങ്ങുകളാണ് നിങ്ങൾ എഴുതിയിരുന്നത് അല്ലെ? ഓക്കെ, ഓരോ ഏരിയയിലും വ്യത്യസ്തമായിട്ടുള്ള മീനിങ്ങുകളൊക്കെ കിട്ടിയല്ലോ. ഓക്കെ, അസ്വസ്ഥത എന്ന് നമുക്ക് പറയാം അല്ലെ? എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ, കോമൺ ആയിട്ട് അസ്വസ്ഥത എന്ന് നമുക്ക് പറയാം. ഒരു ഇറിറ്റേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ അസ്വസ്ഥത നോക്കാം. ഇറിറ്റേഷൻ. The breathing tube can be goes through the voice box. Then larynx. ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വോയിസ് ബോക്സിലേക്കാണ് നേരെ പോകുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് മാറിപ്പോയിട്ടോ. Irritation. The breathing tube can tap against and irritate the throat or lungs. അല്ലെ, നമ്മൾ ഈ ബ്രീത്തിങ് ട്യൂബ് ഇടുമ്പോൾ നമ്മളുടെ ത്രോട്ടിന്റെയും നമ്മളുടെ തൊണ്ടയ്ക്കും ലങ്സിനൊക്കെ അത് ഇറിറ്റേറ്റ് ആണ്. It can also make it hard to cough. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു അവസ്ഥ, നമ്മളുടെ മുക്കിൽ ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണ്, നമുക്കൊന്ന് ചുമക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പെട്ടെന്ന് തുമ്മാൻ വന്നു, തുമ്മലെല്ലാം പിടിച്ചു നിർത്താൻ പറ്റുമോ? നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമോ? പെട്ടെന്ന് തുമ്മാൻ വന്നു, ഈ ട്യൂബൊക്കെ ഇട്ട അവസ്ഥയിലേക്ക് തുമ്മല് വരുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അല്ലെ? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ത്രോട്ടിലും നമ്മുടെ തൊണ്ടയ്ക്കും അതുപോലെ തന്നെ ലങ്സിനൊക്കെ ഈ ട്യൂബ് ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ചുമക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ തുമ്മാൻ പോലും പറ്റില്ല അല്ലെ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ട്യൂബ് ഇടുന്ന ഒരു അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റില്ല ആ ഒരു അവസ്ഥ ഇല്ലേ? ആണോ? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ? ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിരിക്കാൻ പറ്റില്ല, കിടക്ക്, ഫുഡ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോ വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്കിരിക്കണം, അല്ലെങ്കിൽ ചുമക്കണം, തുമ്മണം, ഒന്നിനും പറ്റില്ല അല്ലെ? ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കേണ്ടതായിട്ട് വരും ട്യൂബൊക്കെ ഇടുമ്പോൾ അല്ലെ? ഓക്കെ, അതാണ് ഇറിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വോക്കൽ കോഡ് ഇഷ്യൂ. എന്താ വോക്കൽ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വോക്കൽ കോഡ് സൗണ്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലായി അല്ലെ? എന്താ വോക്കൽ കോഡ്? വോക്കൽ കോഡ് നമ്മുടെ വോയിസ് ബോക്സ്, നമ്മുടെ ശബ്ദം, സ്വനപേടകം. ഓക്കെ, എക്സാക്ട് പറയുകയാണെങ്കിൽ സ്വനപേടകം, നമ്മുടെ സൗണ്ട് പുറത്തേക്ക് വരില്ലേ, സൗണ്ട് പുറപ്പെടുവിക്കുന്ന ആ ഒരു ഭാഗം. ഓക്കെ, വോക്കൽ കോഡ് ഇഷ്യൂ. അപ്പൊ അതിന് പ്രശ്നമുണ്ടെന്ന് എന്താണെന്ന് നോക്കാം. ഈ ബ്രീത്തിങ് ട്യൂബ് ഗോസ് ത്രൂ ദ വോയിസ് ബോക്സ് അല്ലെ? വോയിസ് ബോക്സിലേക്കാണ് ഈ ബ്രീത്തിങ് ട്യൂബ് പോയിരിക്കുന്നത്. Which consist vocal cord. അത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് വോക്കൽ കോഡിനെയാണ്. This is why the patient cannot speak. അതിനാൽ തന്നെ സംസാരിക്കാൻ പറ്റില്ല അല്ലെ? ട്യൂബ് ഉള്ളിലേക്ക് ചെന്നിരിക്കുകയല്ലേ, സോ എന്ത് ചെയ്യാൻ പറ്റില്ല, പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റില്ല.
when being on ventilator ആയിരിക്കുന്ന ടൈമില് പേഷ്യൻസിന് സംസാരിക്കാൻ സാധിക്കില്ല. It can also make it vocal cord. This patient speaking when ventilator. The breathing tube can harm the voice box. ഈ breathing tube ഭയങ്കര harm means എന്താ, അതൊരു നമുക്ക് വോയിസ് ബോക്സിന് ദോഷം ചെയ്യുന്നു. ഹാംഫുൾ എന്ന് വെച്ചാല് ദോഷകരമായിട്ട് ദോഷം ചെയ്യുന്നു. ഇങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുന്നത് വോയിസ് ബോക്സിന് ദോഷം ചെയ്യുകയും അതുപോലെ തന്നെ എന്താ, സംസാരിക്കാൻ സാധിക്കില്ല. വോക്കൽ കോഡ് ഇഷ്യൂ. Then next one, pulmonary edema. In the pulmonary edema, right, നോക്കാം. The air sac in the lungs can get filled with the film. ഫില്ലല്ലാട്ട് അവിടെ ഫ്ലൂയിഡ് എന്നാക്കണേ. എയർ സാക്സ് in the lungs can get filled with the fluid. ഫ്ലൂയിഡ്സ് എന്നാക്കണം കേട്ടോ. ഇപ്പൊ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ഫ്ലൂയിഡ്സ് എന്നാക്കാം. ഫ്ലൂയിഡ്സ് ഓക്കെയോ? പൾമണറി എഡീമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ലങ്സിലെ ഫ്ലൂയിഡ്സ് വന്നു നിറയുന്ന ഒരു അവസ്ഥേനെയാണ് എന്ത് വിളിക്കുക? പൾമണറി എഡീമ. ലങ്സിലെ ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന അവസ്ഥ. നോട്ട് തരാം കേട്ടോ, അതിന് ചെറിയൊരു നോട്ട് തരാം. Then നെക്സ്റ്റ് വൺ, ബ്ലഡ് ക്ലോട്ട്സ്. അല്ലെ, നമുക്കറിയാം നമ്മള് ഒരു വശത്ത് തന്നെ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുകയാണ്. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമോ? നടക്കണില്ല, അനങ്ങണില്ല, ഒന്നും കിടന്ന കിടപ്പ് കിടക്കണമെങ്കിൽ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുവോ? പറയൂ, നടക്കോ? ഇല്ല അല്ലെ. അപ്പോ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് നമ്മൾ പറഞ്ഞു അവർക്ക് എന്താണ്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ ഒരു സൈഡ് വെച്ചിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കില്ല വെന്റിലേറ്ററിലെ പേഷ്യൻസ് കിടക്കുന്നത്. ആണോ? ഇഷ്ടംപോലെ തിരിഞ്ഞും മറിഞ്ഞും അല്ലെങ്കിൽ സൗകര്യത്തിന്റെ തലകേറ്റി വെച്ച് ചരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. ഒരേ സെയിം പൊസിഷനിലായിരിക്കും ചിലപ്പോ ആ ഒരു പേഷ്യന്റ് അത്രയും ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്നത്. സോ അങ്ങനെ കിടക്കുന്നത് മൂലം എന്താണ്, ചിലപ്പോ ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. ബ്ലഡ് ക്ലോട്ട് സംഭവിക്കാം. മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ നടത്തില്ല. നോക്കാം. ലേയിങ് ഇൻ ദ സെയിം പൊസിഷൻ ഫോർ എ ലോങ് ടൈം ക്യാൻ എൻഹാൻസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് ഫോമിങ്. അല്ലെ, നമുക്കറിയാം ഒരേ പൊസിഷനിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങും സംഭവിക്കാം. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, vocal cord, then pulmonary edema, blood clots. Okay. ഇത്രയും ഒന്ന് വായിക്കാമോ? റിസ്ക് ഓഫ് ബീയിങ് ഓൺ വെന്റിലേറ്റർ നമ്മൾ എടുത്തത്രയും അത് വായിക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. പൾമണറി എഡീമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സില് ഫ്ലൂയിഡ്സും മറ്റും വന്ന് നിറയുന്ന ഒരവസ്ഥ. നോട്ട്സ് തരാം കേട്ടോ, നോട്ട് തരാം. ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട്സ് തന്നപ്പോ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. മതിയോ? ക്ലാസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടുന്ന നോട്ട്സ് തരാം. കറക്ഷൻ എവിടെയായിരുന്നു? ഫ്ലൂയിഡ്. പൾമണറി എഡീമയില ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്സ് ആണ്. ഫിൽഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് തരാം, ഡിസിപ്ലിനോട്ട് തരാം. എന്തായാലും ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കംപ്ലീറ്റ് ആയില്ലെങ്കിലും പ്രശ്നമാണത്. ഓക്കെ. ബ്രീത്തിങ് ട്യൂബിലേക്ക് ജെംസ് കയറുന്നതൊക്കെ പറയില്ലേ, ആ ട്യൂബിനുള്ളിൽ കൂടി പ്രവേശിക്കുന്നത്. കംപ്ലീറ്റ് ആയോ? വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. പൾമണറി എഡീമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സിനുള്ളില് ഫ്ലൂയിഡ്സ് നിറയുന്ന ഒരു അവസ്ഥ. മീൻസ് എയറും ഫ്ലൂയിഡ്സ് ഒക്കെ നിറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് കേട്ടോ. ഒറ്റ വാക്കിൽ നോട്ട് തരാം.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരും? ഓക്കെ. കഫ് നിറയുന്നതും വരാം കേട്ടോ, ഫ്ലൂയിഡ്സ് ആണല്ലോ. അത് നമ്മൾ പറഞ്ഞത് കഫ് അധികം ലങ്സിൽ നിറയുമ്പോഴാണല്ലോ ന്യൂമോണിയയും മറ്റുമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് വൺ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. എന്താ ഡിമെൻഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? ഡിമെൻഷ്യ കേട്ടിട്ടുണ്ടോ? ഡിമെൻഷ്യ ഡിമെൻഷ്യ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു ഡിസീസസ് തന്നെ പറയാം. എന്താ ഡിമെൻഷ്യ? മറവി ആണോ എന്നല്ല, മറവി. ഓക്കെ, ഓർമ്മക്കുറവ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, മറവി, ഓർമ്മക്കുറവ് പറയാം. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. സെഡേഷൻ വെച്ചാൽ എന്താണ്? മയക്കത്തിലാകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. നോക്കാം. ദിസ് ക്യാൻ ബി resulted by the sedative and many other medications provided to an individual who is on a ventilator with a breathing tube. അല്ലെ, നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ട്യൂബ് ഉപയോഗിച്ച് നൽകുന്ന മരുന്നുകൾ അല്ലെ, മെഡിസിൻസ്. ട്യൂബിൽ കൂടിയൊക്കെ കുറെ സഡേഷൻ മെഡിസിൻസ് ഒക്കെ നൽകും അല്ലെ. അത് ചിലപ്പോ ആളുടെ ഡിമെൻഷ്യക്ക് സംഭവിക്കാവുന്നതാണ്. കാരണം കുറെ ഡോസ് കൂടിയ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത് സെഡേറ്റീവ് ആയിട്ടുള്ള സഡേഷന് വേണ്ടിയിട്ടായിരിക്കും വെന്റിലേറ്ററിൽ കൊടുക്കുന്നത്. പെയിൻ റിലീഫ് ചെയ്യാനും മറ്റും ആളിങ്ങനെ മയക്കത്തിലാവാനായിട്ടുള്ളത് ഈ ട്യൂബ് വഴിയൊക്കെ എത്തി കൊടുക്കുന്നത്. സോ അത് നമുക്കിങ്ങനെ ഓർമ്മക്കുറവും ഇതൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ പിച്ചുമ്പയൊക്കെ പറയണമെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അല്ലേ. ഒന്നും ഓർമ്മിക്കണില്ല, അല്ലെങ്കിൽ ചിലപ്പോ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. ചിലപ്പോ അത് ആ മെഡിസിൻ പീരീഡ് അതൊക്കെ കഴിയുമ്പോ ഒക്കെ ആകുമാണ് ഇല്ലേ. ആണോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ പറയാ, നാക്ക് വഴങ്ങില്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വരാറുണ്ട് വെന്റിലേറ്ററിൽ. നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഓൾറെഡി വെന്റിലേറ്ററിൽ അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വെന്റിലേറ്ററിലായിട്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവില്ല, ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സോ മറ്റും അങ്ങനെ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ഉണ്ട്. ഓക്കെ, അപ്പോ എങ്ങനെയായിരുന്നു മീൻസ് വെന്റിലേറ്ററിൽ അത് കേട്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ, വെന്റിലേറ്ററിൽ സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ചിലപ്പോ ആള് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അതുപോലെ സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഫുൾ ടൈം സഡേഷൻ മെഡിസിൻസും മറ്റുമൊക്കെ ഇരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് അങ്ങനെ എന്താ പറയാ, ഡിമെൻഷ്യക്ക് സംഭവിക്കാം. അല്ലെ, ഒത്തിരി പേരൊക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ, ഞാൻ പറയുന്നത്. കാരണം നമുക്ക് നമ്മളുടെ അറിവിലുള്ള കാര്യങ്ങള് നമ്മൾക്ക് എന്താ പറയാ, നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്കത് നല്ല രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആവില്ലേ കാര്യങ്ങള്, നമുക്കറിയാത്ത കാര്യങ്ങള്. ഒരാളിപ്പോ ഓൾറെഡി വെന്റിലേറ്റർ കാര്യങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെ, പക്ഷെ വെന്റിലേറ്റർ കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വെന്റിലേറ്റർ പറഞ്ഞു ഞാൻ പ്രത്യേകം കൊടുത്തപ്പോ തന്നെ വെന്റിലേറ്ററിൽ ആർക്കും ഇതുപോലെ കയറാനൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ കയറി അതിനുള്ള അലൗഡല്ല. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും മീൻസ് ഒരു വെന്റിലേറ്ററിൽ അവര് നമ്മളുടെ ഏറ്റവും അടുത്തൊരു വ്യക്തി അഡ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ കയറാനായിട്ടൊക്കെ സാധിക്കും. ബാക്കി അങ്ങനെ വിസിറ്റേഴ്സിനൊന്നും അലൗഡല്ല വെന്റിലേറ്റർ അല്ലെ. അപ്പൊ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഓക്കെ, മറവി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഫ്ലൂയിഡ് ഓവർലോഡ് ആകുന്ന അവസ്ഥ. This can be caused by continuous infusion, drug toxicity and renal failure. എന്താ renal failure? renal failure, കിഡ്നി ഫെയിലിയർ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. കിഡ്നിയിൽ തന്നെ പറയുന്ന മറ്റൊരു ടൈമാണ് റീനൽ. ആദ്യമായിട്ട് കേട്ടവരുണ്ടോ ഈ കൂട്ടത്തില്? റീനൽ എന്ന് വെച്ചാല് കിഡ്നിയിൽ തന്നെയാണ്. ആദ്യമായിട്ട് ഇപ്പൊ കേൾക്കുന്നവരുണ്ടോ? ഉണ്ടോ? ആരും എല്ലാവർക്കും അറിയാമായിരുന്നോ? യെസ്, ഒരാളുണ്ട്. ഓക്കെ കേട്ടോ, കുറെ പേരുണ്ട്. നമുക്ക് റീനൽ എന്താണെന്ന് അറിയില്ലായിരിക്കാം അല്ലെ. കുഴപ്പമില്ല, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതിന്റെ മുകളിൽ തന്നെ കിഡ്നി ഫെയിലിയർ എന്ന് എഴുതിട്ടോളൂ. കിഡ്നി ഫെയിലിയർ. നാളെ നമ്മൾ നോക്കുമ്പോ റീനൽ എന്താണെന്ന് ഗൂഗിളിൽ നമ്മൾ പോയി അടിച്ചു നോക്കില്ലേ.
ക്ലാസ്സിൽ പറഞ്ഞതൊന്നും എഴുതില്ല. എന്നിട്ട് എന്ത് ചെയ്യും, വായിക്കുന്ന നേരത്ത് അയ്യോ റീനിൽ എന്താണ് ആവുമെന്ന് ഓർത്തിട്ട് ആ സമയത്തിരുന്ന് ഗൂഗിള് നോക്കി നമ്മൾ എന്ത് ചെയ്യും, മീനിങ് കണ്ടുപിടിക്കും. അല്ലേ? ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പറയണ്ട, അങ്ങനെയാണ്. അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ വെറുതെ നോക്കി സമയം കളയണ്ട, ഇപ്പൊ തന്നെ എഴുതി വെച്ചോളൂ. അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയല്ലേ നിങ്ങളെ സംബന്ധിച്ച്? ആണോ? ആ, കണ്ടുപിടിച്ചു. ശരി അല്ലേ? ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ശരിയല്ലേ? ഓക്കെ. ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് അത്. ഓക്കെ. നിങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്രം കൂടി പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചോട്ടോ. അപ്പോ ഫ്ലൂയിഡ് ഓവർലോഡ് മീൻസ് this can be caused by continuous infusion drug. Infusion drug എന്ന് വെച്ചാൽ എന്താണ്? ഈ പെയിൻ റിലീഫും പെട്ടെന്ന് തന്നെ മിസ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ. ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെ പഠിച്ചു കഴിഞ്ഞ് വന്ന ഒരാളല്ലേ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സൈക്കോളജിക്കൽ പോവാണെന്നത്. ഓക്കെ. അത് കൊള്ളാം എന്തായാലും കേട്ടോ. അപ്പോ ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒത്തിരി ഈ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് എന്താണ്, നമ്മള് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേദന മാറ്റുന്ന ഭയങ്കര ഡോസ് കൂടിയ മരുന്നുകളൊക്കെ. അതുപോലെ ടോക്സിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വിഷാംശം മീൻസ് ഭയങ്കര ഹൈ പവറുള്ള മെഡിസിൻസുകൾ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീൻസ് ഇങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാവുന്നു. അത് ഹൈ പവറുള്ള ഡ്രഗ്സ് മാത്രമല്ല കേട്ടോ. നമ്മളിൽ തന്നെ പലവരും നമുക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇല്ലേ? ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ വയറുവേദന വന്നാൽ അപ്പൊ തന്നെ മെഡിസിൻ എടുത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. മീൻസ് കുറച്ചൊക്കെ നമുക്ക് വേദനയൊക്കെ ചെറിയ വേദനയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കണം അല്ലെ? അല്ലാതെ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് കിഡ്നി ഫെയിലിയർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കഴിക്കുന്നവരുണ്ടോ അങ്ങനെ? ചെറിയൊരു തലവേദന വന്നാൽ അപ്പൊ മെഡിസിൻ എടുത്ത് കഴിക്കും. ഒരു പാരസിറ്റാമോളോ അല്ലെങ്കിൽ ഡോളോ എടുത്ത് കഴിക്കും. ഒട്ടും എന്താ പറയാ, ഇച്ചിരി വേദന സഹിച്ച് നിൽക്കാനുള്ള ഇത് ഉണ്ടാവില്ല അവർക്ക്. ഉണ്ട് അല്ലെ? അപ്പോ ഇന്ന് തുടങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ ഇതൊക്കെ പഠിക്കണേട്ട. ഇത്രയും നാളെ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇനി എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കുകയാണ്, അറിവുണ്ട് അല്ലെ? ഇനിയെങ്കിലും എന്ത് ചെയ്യാം, ചെറിയ വേദനയൊക്കെ അല്ലാതെ എന്തെങ്കിലും ഇതിന് ഇപ്പൊ എന്താണ് തലവേദന, നിങ്ങളൊന്ന് ഭാഗമൊക്കെ പുരട്ടി നാവയൊക്കെ പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ടും തീരെ പറ്റില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ടാബ്ലറ്റ് കഴിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇന്ന് തുടങ്ങിയപ്പോ അങ്ങനെ ഇരിക്കുമല്ലോ. ആണോ? ഇന്ന് തുടങ്ങി നമ്മള് ചെറിയ വേദനകളൊക്കെ അല്ലാത്ത രീതിയിൽ മെഡിസിൻ കഴിക്കാതെ മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ. കാരണം കിഡ്നി ഫെയിലിയർ സംഭവിക്കാം. നമ്മൾ കൂടുതലും പെയിൻ റിലീഫിന്റെ ഉള്ള മെഡിസിൻസ് ഒക്കെ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇൻഫ്യൂഷൻ ഡ്രഗ് ആണ്. നമ്മള് വേദന സംഹാരി എന്നൊക്കെ പറയില്ലേ, നമ്മള് പെട്ടെന്ന് തന്നെ മാറുന്നത് അല്ലേ? നമ്മള് എന്താ പറയാ, പെട്ടെന്ന് തന്നെ വേദന മാറുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ തലവേദനയൊക്കെ ഏത് വഴി പോയി നമ്മൾ അറിയില്ല അല്ലെ? പക്ഷെ അതിനൊരു സൈഡ് എഫക്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ. പല്ലുവേദനയൊക്കെ ഉണ്ട്. സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പല്ലുവേദന അല്ലേ? പക്ഷെ അത്ര ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം പല്ലുവേദനയ്ക്ക് എന്താ കഴിക്കുക? നഷ്ടാളായിരിക്കും നമ്മൾ കൂടുതലും കഴിക്കുന്നത് അല്ലെ? ആണോ? യെസ്. ഓക്കെ. നഷ്ടാളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. തലവേദനയ്ക്ക് നഷ്ടാള് കഴിക്കും. പിന്നെ പല്ലുവേദനയ്ക്ക് തലവേദനയ്ക്ക് നഷ്ടാൾ ഫോർട്ട് അങ്ങനെയുള്ള മെഡിസിൻസ് മറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ട്രൈമോള്, ഈ മെഫ്താൽ ഫോർട്ട് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻഫ്യൂഷൻ ഡ്രഗ് ആണ്. അതായത് ഇച്ചിരി ഭയങ്കര കാഠിന്യം കൂടിയ ഒരു മെഡിസിൻ ആണ് അല്ലെ? മെഫ്റ്റാൾ നമ്മൾ കാര്യം ശരി, ആ ഒരു മെഫ്റ്റാൾ ഫോർട്ടിന്റെ ഒരു പകുതി കഴിച്ചാൽ നമ്മളുടെ ആ ഒരു തലവേദനയും കാര്യങ്ങളും അപ്പൊ തന്നെ മാറും. പക്ഷെ അത് ഈ മെഫ്റ്റാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജിക് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിലെ മീൻസ് ആസ്മ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മെഫ്റ്റാൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് തന്നെയാണ്. അലർജി, ആസ്മ അങ്ങനെയുള്ള പേഷ്യൻസ് മെഫ്റ്റാൾ പരമാവധി ഉപയോഗം കുറയ്ക്കണം. ഒരിടക്ക് നമ്മൾക്ക് നിങ്ങൾ മെസ്സേജ് ഒക്കെ കണ്ടായിരുന്നോ? ഈ മെഫ്റ്റാൾ ക്ലാസ് അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നോ? അതെങ്ങനെ കണ്ടായിരുന്നോ? വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? മെഫ്റ്റാൾ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അതൊക്കെ നിരോധിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിടത്തേക്ക് തോന്നുന്നു അധികം നാളായിട്ടില്ല അല്ലെ? അപ്പൊ പക്ഷെ എന്നിട്ടും ഡോക്ടേഴ്സ് മെഫ്റ്റാൾ എഴുതുന്നൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് നിരോധിച്ചത് പറയുന്നത്? അത്രയും സൈഡ് എഫക്ട് അതിനുള്ളത് കൊണ്ടാണ് അത്
നിരോധിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്ത് ചെയ്യാം, അധികം വേദനയൊക്കെ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യാം, ആ ഡോക്ടേഴ്സ് തരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിരോധിച്ചെന്ന് പറഞ്ഞു എങ്കിലും മറ്റാള് ഡോക്ടേഴ്സ് എഴുതുന്നുണ്ട്. ഇപ്പൊ വയറുവേദനയ്ക്ക് മെഫ്റ്റാൾ പാസ് ആവുന്ന ഒരു മെഡിസിൻ ആണ്. തലവേദനയ്ക്ക് നമ്മൾ മെഫ്റ്റാൾ ഫോർട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. പക്ഷെ അതെല്ലാം ഭയങ്കര ഡോസ് കൂടിയ മെഡിസിൻസ് ആണ്, നമ്മളുടെ വൃത്തിയാലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് കോൾഡ് ഒക്കെ വരുമ്പോൾ സെട്രിസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു നീളത്തിലത്തെ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ഭയങ്കര സജഷനുള്ള ഒരു മെഡിസിൻ ടാബ്ലറ്റ് ആണ് അത്, സെട്രിസിൻ ഇല്ലേ. അതും കിഡ്നി ഫെയിലിയറിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് സെട്രിസിൻ എന്ന് പറയുന്നത്. നമ്മൾ കോൾഡൊക്കെ വരുമ്പോ കഴിക്കാറുണ്ട്. നിങ്ങൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് കഴിക്കുമ്പോൾ തന്നെ നല്ല ഉറക്കം വരില്ലേ? രാത്രി ഇപ്പൊ ഒരു ഈവനിങ് ഒക്കെയാണ് കഴിക്കുന്നെങ്കിൽ ഒരു 8 മണിയാകുമ്പോ തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ മയക്കം വന്ന് തുടങ്ങും നമുക്ക്, ഇല്ലേ? ഇങ്ങനെയാണോ അല്ലെ? എന്തുകൊണ്ടാണ് മയക്കം വരുന്നത്? അത് അത്രയും സെഡേറ്റീവ് ആയതുകൊണ്ടാണ്. സോ ഈ സെട്രിസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് പരമാവധി ഒഴിവാക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലിയറിന് സംഭവിക്കുന്ന ഒരു ഇതാണ് ഈ സെട്രിസിൻ പറഞ്ഞ ടാബ്ലറ്റ്. കുട്ടികൾക്ക് സെട്രിസിൻ സിറപ്പ് കൊടുക്കാറുണ്ട് അല്ലെ, സിറപ്പ് കൊടുക്കാറുണ്ട്. പക്ഷെ കുട്ടികളുടെ അതിന് അത്രയും ഡോസ് കുറവാണ് ഈ സിറപ്പില്. സിറപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോസ് കുറഞ്ഞ തരത്തിലുള്ളതാണ് സിറപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഈ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കിഡ്നി ഫെയിലിയറിന് ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഈ സെട്രിസിൻ പറഞ്ഞ ടാബ്ലറ്റ്. അത് ആ സഡക്ഷനിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ. അതുപോലെ തന്നെ അതിലുള്ള മെഡിസിൻസ്, അതിൽ അത്ര പ്രശ്നമില്ല. പക്ഷെ സെട്രിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മീൻസ് സൈഡ് എഫക്ട് ഉണ്ട് അതിന്. ഓക്കെ, കുഞ്ഞുങ്ങളായാലും ഭയങ്കര സഡേഷനാണ്, അവരെപ്പോഴും ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അല്ലെ. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഞാൻ ഈ ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എന്നുള്ളട്ടോ നിങ്ങളോട്. നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് അതൊരു എന്താ പറയാ പുതിയൊരു അറിവ് കിട്ടോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ടാബ്ലറ്റിന്റെ കാര്യം. ഓക്കെ, ദെൻ ലങ് ഇഞ്ചുറി. അടുത്തതാണ് ലങ് ഇഞ്ചുറി സംഭവിക്കാവുന്നത്. ഏതെങ്കിലും കോസ് ലങ് ഡാമേജ് അല്ലെ. വെന്റിലേറ്റർ അധികം നാള് ഇപ്പൊ നമ്മള് ഈ വെന്റിലേറ്ററിന്റെ എന്താ പറയാ വെന്റിലേറ്ററിനോടുള്ള സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് 1-2 ദിവസം വെന്റിലേറ്ററിൽ ഇപ്പോ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയതുകൊണ്ട് എന്താണ് വെന്റിലേറ്ററിൽ കഴിയുന്ന 2 ദിവസം മൂലം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു കിടക്കുന്നത് പോലെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു ലോങ് പീരീഡിൽ വെന്റിലേറ്ററിലാകുമ്പോൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ സൈഡ് എഫക്ട്സ് ഒക്കെ സംഭവിക്കാം. ഓക്കെ, ലങ് ഇഞ്ചുറി ടാബ്ലറ്റിന്റെ ഡിസ്കഷൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ടൈം തരാട്ടോ. ഓക്കെ, ഇപ്പോഴും കമന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ ലങ് ഇഞ്ചുറി, a ventilator can cause the lung damage. നമ്മളുടെ ലങ്സിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. This can occur for several reasons. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലങ്സിന് ഡാമേജ് ഉണ്ടാക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. നോക്കാം. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് നോർമൽ ലിമിറ്റ് അല്ലെ. അതായത് ശ്വാസകോശത്തിലെ വായുമർദ്ദം സാധാരണ പരിധിക്കപ്പുറം പോകും. മീൻസ് വായുമർദ്ദത്തില് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാം ലങ്സില്. മീൻസ് ഈ ട്യൂബ് ഇട്ടുകൊണ്ടാണല്ലോ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. സോ അവിടെ എയർ പ്രഷർ കൂടി കുറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമത്. Then second one, air seep into the space between lungs and chest wall, that is pneumothorax. അതായത് ശ്വാസകോശത്തിലും ആശ്വാസകോശത്തിന്റെ ഭിത്തിക്കും ഇടയ്ക്ക് ഉണ്ടാകുന്ന എയർ ശേഖരിക്കുന്ന വായു നിറയും. ശ്വാസകോശ ഭിത്തിക്കിടയിൽ എന്ത് പറ്റും, എയർ വന്ന് നിറയും. അതിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് വിളിക്കുന്നത്. ഏതൊരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ചാപ്റ്ററിൽ ന്യൂമോതൊറാക്സ്, ഓർമ്മയുണ്ടോ? ഇതോടൊന്ന് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ എടുത്തതാണോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തതാണോ? യെസ്, അതിൽ നമ്മൾ ന്യൂമോതൊറാക്സ് പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഓർമ്മയുണ്ടെങ്കിൽ കൊള്ളാം. ബാക്കി ആർക്കും ഓർമ്മയില്ല, എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് മടക്കി വെച്ചേക്കുന്നു അല്ലേ. ഓക്കെ, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് നോക്കണം കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ. അപ്പോ നെക്സ്റ്റ് വൺ ഓക്സിജൻ ടോക്സിറ്റി. ടു മച്ച് ഓക്സിജൻ ഇൻ ലങ്സ്. ഓക്സിജനിൽ ഒത്തിരി ഓക്സിജൻ വന്ന് ലങ്സിൽ ഓക്സിജൻ കൂടുതലായിട്ട് നിറയുന്ന ഒരു അവസ്ഥ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ലങ് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ 3 പോയിന്റ് ഒന്നുകൂടി പറയണോ? ഓക്കെ, ഇവിടെ ഉണ്ടായില്ലാണ് പറയാം. അതായത് ലങ് ഇഞ്ചുറി സംഭവിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ലങ്സിന് ഇഞ്ചുറി, ശ്വാസകോശത്തിന് ഇഞ്ചുറി സംഭവിക്കുന്നത്.
ഫസ്റ്റ് വൺ പറഞ്ഞത് എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ് അല്ലെ. എയർ പ്രഷറില് നമ്മുടെ ലങ്സില് ശ്വാസകോശത്തിലെ വായുമർദ്ദം സാധാരണ പരിധിക്ക് അപ്പുറം കൂടുതലാവുകയോ അല്ലെങ്കിൽ കൂടുതലാകുന്ന ഒരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ ശ്വാസകോശത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം. സെക്കൻഡ് വൺ എയർ സീഡ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ ശ്വാസകോശ ഭിത്തികൾക്കിടയിൽ എയർ വന്ന് നിറയുന്ന ഒരു അവസ്ഥ. ദെൻ ഓക്സിജൻ ടോക്സിറ്റി മീൻസ് ഓക്സിജൻ ലങ്സിൽ ഭയങ്കരമായിട്ട് നിറയുന്ന ഒരു അവസ്ഥ. നമ്മൾ പറഞ്ഞു ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് ഉണ്ട് അല്ലെ. നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എത്രയായിരുന്നു? എത്രയാണ് ഓക്സിജൻ സാച്ചുറേഷൻ? 96. സോ ഈ 96ലും കൂടുതലായിട്ട് വന്ന് നിറയുന്ന ഒരു അവസ്ഥ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല അല്ലേ. അപ്പൊ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ലങ് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ who attends to the patient on a മെക്കാനിക്കൽ വെന്റിലേറ്റർ. ഈ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന്, വെന്റിലേറ്ററിനുള്ളിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. The patient who are mechanically ventilated, കെയർ പ്രൊവൈഡേഴ്സ് ആരൊക്കെയാണ് അവരെ കെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് വെന്റിലേറ്ററിൽ? ഫിസിഷ്യൻസ്, then anesthesist, pulmonary specialist, physiotherapist, then respiratory therapist and nurse are liable to take care of them. ആരൊക്കെയാണുള്ളത്? ഫിസിഷ്യൻ ഉണ്ടാകും, അതുപോലെ അനസ്തേഷ്യസ്റ്റ് അല്ലെ, അനസ്തേഷ്യ എടുക്കുന്ന ആ ഒരു സ്പെഷ്യലിസ്റ്റ്. then pulmonary specialist, pulmonary specialist എന്ന് വെച്ചാൽ ആരാണ്? എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? പൾമണറി ഡിപ്പാർട്ട്മെന്റ്, പൾമണറി ഡിപ്പാർട്ട്മെന്റ് ലങ്സ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളത്. അതുപോലെ തന്നെ നേഴ്സ്. ഇത്രയും പേരാണ് ഒരു വെന്റിലേറ്ററിനുള്ളിൽ ഉള്ളത്, കെയർ നൽകുന്നത്, പേഷ്യൻസിന് കെയർ നൽകുന്ന വ്യക്തികൾ. ഓക്കെ, ലാസ്റ്റ് വൺ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ ലാസ്റ്റ് ഭാഗമാണ്. The administration must make sure. എന്തൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. The preventive maintenance of equipment to be done periodically. അല്ലെ, അതായത് എന്താണ്? ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെ, എക്യുപ്മെന്റ്സിന്റെ പണികളൊക്കെ അനുകാലികമായിട്ട് പീരിയോഡിക്കലായിട്ട് ചെയ്യണം. ഇപ്പൊ ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ മെയിൻ്റെനൻസ് ഒക്കെ വരുത്താനുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് തന്നെ ആനുകാലികമായിട്ട് തന്നെ ചെയ്തു പോവുക. Second one, obtainably of well-trained staff in care of patient with ventilator. നമുക്കറിയാം, നമ്മൾ ICU പഠിച്ചപ്പോ പറഞ്ഞു, ICU നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ICU നിൽക്കുന്നത്. ഈ ഒരു ഒരു നഴ്സിംഗ് സ്റ്റുഡൻസിനെ കയറ്റി നമുക്ക് ICU നിൽക്കാൻ പറ്റുമോ? കാരണം എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള മോണിറ്ററൈസ് ചെയ്യണം, ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. സെയിം അതുപോലെ തന്നെ വെന്റിലേറ്ററിൽ നിൽക്കുന്ന സ്റ്റാഫ് അവർക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും നിൽക്കുന്നത്. ആ സ്റ്റാഫിന് അവർക്ക് വെന്റിലേറ്റർ ഡ്യൂട്ടി ആയിരിക്കും. സോ അവർ അതിൽ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അവിടെ നിൽക്കുന്നത്. അവർ വർഷങ്ങളോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. പുതിയ സ്റ്റാഫിനെ കയറ്റി നമുക്ക് വെന്റിലേറ്ററിൽ നിർത്താനായിട്ട് സാധിക്കില്ല. അത് നിർത്തിയാലും അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഓക്കെ, then strict protocol the care of ventilator patients. ഈ വെന്റിലേറ്ററിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് പാലിക്കണം. നമ്മൾ പറഞ്ഞു അവിടെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ മറ്റ് ഇൻഫെക്ഷൻസ് മറ്റൊന്നും വരാൻ പാടില്ല അല്ലെ. സോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് തന്നെ പാലിച്ച് പോകുക. ലാസ്റ്റ് വൺ, സഫിഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. ആവശ്യമായിട്ടുള്ള റിസോഴ്സ് വിഭവങ്ങൾ എന്ത് ചെയ്യുക, നൽകുക. അല്ലാതെ വിഭവങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് അവിടെ വേണ്ടത്? എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റവും അത്യാവശ്യം വേണ്ട അവൈലബിൾ ആയിട്ടുള്ള മീൻസ് റിസോഴ്സുകൾ, വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ഈ ഒരു വെന്റിലേറ്റർ എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 2 ക്ലാസ് മതിയാവും നമുക്ക് ഈ ഒരു ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സുകളില്ലേ, ഉപകരണങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അറിയില്ലേ, വർക്കിംഗ് ആണോ അല്ലെങ്കിൽ വല്ല ഡാമേജ് ഒക്കെ ഉണ്ടോ, ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാതെ അല്ലെ. നമ്മളുടെ വീട്ടില് എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി നമ്മൾ റെഡിയാക്കില്ലേ, ഒന്ന് തുടച്ച് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അതുപോലെ തന്നെ വെന്റിലേറ്ററിന്റെ ഉപകരണങ്ങളുടെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇൻഫെക്ഷൻസ് നമ്മൾ ഇവിടെ വരെ വായിച്ചല്ലേ. ഓക്കെ, സെഡേഷൻ തുടങ്ങി വായിച്ചോളൂ.
വായിച്ചോളൂ. അതിന് നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. സെഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയക്കം എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ കോൾഡിന്റെ ഒക്കെ ടാബ്ലറ്റ് കഴിഞ്ഞ് ഉറക്കം വരുന്നു, മയങ്ങി പോവുക, മയക്കം. മയക്കത്തിൽ ഉറങ്ങുന്ന അവസ്ഥ. ഓക്കെ. ഈ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും എന്താ പറയാ, കുറച്ച് മീൻസ് ഒത്തിരി പവറുള്ള മെഡിസിൻസ്, അതുപോലെ തന്നെ നമ്മള് ഇൻട്രാവീനിയസ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഞരമ്പിൽ കൂടിയൊക്കെ കൊടുക്കുന്ന മെഡിസിൻസുകളില്ലേ, മീൻസ് നമ്മളെ ക്യാൻഗ്ലാസിൽ കൂടി കൊടുക്കില്ലേ, നമ്മുടെ ബ്രെയിനിനുള്ളിൽ കൂടിയൊക്കെ, ഇതിനൊക്കെയാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. വായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറങ്ങിനാണോ എല്ലാവരും? പൾമണറി എഡീമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, ലങ്സില് ഫ്ലൂയിഡ്സ് വന്ന് നിറയുന്ന ഒരു അവസ്ഥ കേട്ടോ. മീൻസ് ഇതുപോലെ കഫം എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെ? എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. ദെൻ നിങ്ങൾ നോട്ട്ബുക്ക് ഒന്ന് എടുത്തോളൂ. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്ക് പെൻ എടുക്കാം. നമ്മള് ഈ ചാപ്റ്ററിൽ എഴുതിയായിരുന്നു എന്തെങ്കിലും? എഴുതിയിട്ടില്ലേ നമ്മള്? ചാപ്റ്ററിന്റെ പേരൊക്കെ കൊടുത്ത് നോട്ട്സ് എഴുതിയായിരുന്നു ഏതെങ്കിലും? ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഹെഡിങ് പോലെ കൊടുക്കട്ടോ, റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ഹെഡിങ് പോലെ കൊടുക്കൂ, റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. എന്നിട്ട് അതില് ഫസ്റ്റ് വൺ ആയിട്ട് എഴുതിക്കോളൂ, വോക്കൽ കോഡ്. വോക്കൽ കോഡ്, വോക്കൽ കോഡ്.
വോക്കൽ കോഡ് എന്ന് എഴുതാം. എഴുതിയോ വോക്കൽ കോഡ്? എഴുതിയോ വോക്കൽ കോഡ്? ഓക്കെ, എന്നിട്ട് എഴുതിക്കോളൂ വോക്കൽ കോഡ് എന്താണെന്ന് എഴുതാം. എ കണ്ടീഷൻ caused by too much fluid. TOO ആണ് കേട്ടോ. TOO. Too much fluid in the lungs. A condition caused by too much fluid in the lungs. Okay, complete ആയോ? ഒന്നുകൂടി പറയാം. A condition caused by too much fluid in the lungs. A condition caused by too much fluid in the lungs. Okay. Then next one I go to pulmonary edema. അതെ, കമന്റ് ഇട്ടിട്ട് കംപ്ലൈന്റ് ചെയ്യാത്തവരെ അത് നോക്കി എഴുതാം. പൾമണറി എഡീമ. സ്ക്രീനിൽ എന്ത് സ്പെല്ലിംഗ് നോക്കി എഴുതിട്ടോളൂ കേട്ടോ. തെറ്റായ സ്പെല്ലിംഗ് എഴുതല്ലേ. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പൾമണറി എഡീമ. അങ്ങനെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എഴുതിയപ്പോ? എന്തായിരുന്നു മിസ്റ്റേക്ക്? എഴുതിയതൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയോ? എന്താ മിസ്റ്റേക്ക് തോന്നിയത്? പൾമണറി എഡീമ എന്നിട്ട് നമ്മൾ എഴുതിയത് മാറിപ്പോയി. സോറി, വോക്കൽ കോഡ് എന്നുള്ളത് വെട്ടിക്കൊണ്ട് പൾമണറി എഡീമ എന്നാക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എഴുതിയിട്ട്? നമ്മൾ അങ്ങോട്ട് ടീച്ചർ പറയണത് എന്താണോ അത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പകർത്തും. നമുക്ക് വായിച്ചു നോക്കലൊന്നും ഇല്ല അല്ലെ? ആലോചിക്കായിരുന്നു. ഓക്കെ, ആലോചിച്ചിട്ട് പറയണ്ടപ്പോ. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ നമ്മൾ എഴുതിയത് നമ്മുടെ പൾമണറി എഡീമ. കണ്ടീഷൻ കോസ്ഡ് ബൈ ടു മച്ച് ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്. അതാണ് പൾമണറി എഡീമ. ഇപ്പൊ തന്നെ ഒന്ന് മാറ്റിക്കോളൂ കേട്ടോ. ഓക്കെ, പൾമണറി എഡീമ എഴുതി. നെക്സ്റ്റ് വോക്കൽ കോഡ് എഴുതിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് വോക്കൽ കോഡ്. വോക്കൽ കോഡ് എഴുതിയോ? വോക്കൽ കോഡ് എഴുതിയോ? എന്നിട്ട് എഴുതിയെടുത്തോളൂ. Two bands of BANDS. Two bands of muscle inside your voice box that allow you
സ്പെല്ലിംഗ് നോക്കി എഴുതിക്കോളൂട്ടോ, കമന്റ് ചെയ്തിട്ടുണ്ട് സ്പെല്ലിംഗ്. ഞാൻ വായിക്കാം ഒന്നുകൂടി. വോക്കൽ കോഡ്. 2 bands of muscle inside your voice box that allow you to vocalize. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്പെല്ലിംഗ് നോക്കി എഴുതണേ. 2 bands of inside your voice box that allow you to vocalize. Okay. കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് വൺ എഴുതിക്കോളൂ. ഡിമെൻഷ്യ. ഡിമെൻഷ്യ സ്ക്രീനിൽ സ്പെല്ലിംഗ് വന്നിട്ട് ഡിമെൻഷ്യയുടെ ഡിമെൻഷ്യ. ഡിമെൻഷ്യ എഴുതിക്കോളൂ. The loss of LOSS. The loss of cognitive functioning. സ്പെല്ലിംഗ് വേണോ? The loss of cognitive functioning. എഴുതാൻ പറ്റുന്നവർക്ക് കേട്ട് എഴുതിക്കോളൂ കേട്ടോ. Loss of cognitive functioning, thinking, remembering, the loss of cognitive functioning, thinking, remembering, and reasoning to such an with a patient. So patient like a person. Daily life. The loss of cognitive functioning, thinking, remembering, reasoning to such as with a person daily life. സ്പെല്ലിംഗ് നോക്കി എഴുതണം കേട്ടോ. The loss of cognitive functioning, thinking, remembering, and reasoning to such as with a person daily life and activity. Okay. Complete ആയോ? Then next one, pneumothorax. അതും കൂടി എഴുതിക്കോളൂ. Pneumothorax കേട്ടോ. Pneumothorax. എഴുതിക്കോളൂ. Pneumothorax is collapsed lungs. Pneumothorax is collapsed lungs. Pneumothorax is collapsed lungs. Full stop down. Then
Pneumothorax occurs when leaks into the space between pneumothorax occurs when leaks into the space between your lung and chest wall. Pneumothorax is a collapsed lung. Pneumothorax occurs when leaks into the space between your lung and chest wall. Okay. Then ഇനി കംപ്ലീറ്റ് ആകാത്തവരൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, നോട്ട് കംപ്ലീറ്റ് ആയവര്. Then അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അല്ലെ? ഇത്ര പെട്ടെന്നാണ് നമ്മുടെ ചാപ്റ്ററുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആണോ? Then പറയൂ, നമുക്ക് ഇന്ററാക്ഷനുള്ള ടൈമാണിത് ആണോ? പെട്ടെന്ന് പോയില്ലേ ചാപ്റ്റർ? ചെറിയ ചാപ്റ്റർ ആയിരുന്നു ആണോ? എന്ത് പറ്റി? ആരും റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? എല്ലാവരും ക്ലാസ് കേട്ടിരുന്ന് ഉറങ്ങിയണോ? അത്രയ്ക്ക് എന്താ പറയാ, ഉറക്കം വന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നോ? ഉറങ്ങിപ്പോവാൻ ഉറക്കം വന്നോ? ബോറടിച്ചു നിങ്ങൾക്ക്? അൺമ്യൂട്ട് ചെയ്ത് അറിഞ്ഞില്ല. എന്താ അൺമ്യൂട്ട് ചെയ്ത് അറിഞ്ഞില്ല? ഓക്കെ. എന്ത് പറ്റി? ബോറിംഗ് ആയിരുന്നോ ക്ലാസ്? അല്ലല്ല. പിന്നെ നമുക്ക് അധികം സ്ലോ ആയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയെടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക് അല്ല അല്ലെ? നിങ്ങൾക്കറിയാം അല്ലെ? അത്ര കേൾക്കാൻ വലിയ രസമുള്ള ടോപ്പിക് ഒന്നും അല്ല റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? നമ്മൾ അതനുസരിച്ചിട്ട് മുമ്പോട്ട് നീങ്ങണം. കാരണം എന്താ, ഭയങ്കര വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു സുഖം ഉണ്ടാവില്ല. കേൾക്കണം നിങ്ങൾക്കും ഇല്ല, എടുക്കണ എനിക്കും ഉണ്ടാവില്ല അല്ലേ? ആണോ? ഭയങ്കര സ്ലോ ആയിട്ട് എടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? നോർമൽ സ്പീഡ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് മൺഡേ വരുന്നില്ലേ ക്ലാസ്? മൺഡേ ഉണ്ടോ? മൺഡേ നമുക്ക് പുതിയ ചാപ്റ്റർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 30 ആണോ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിന്റെ 32 ആണെന്ന് തോന്നുന്നു കേട്ടോ. ചാപ്റ്റർ 32. അപ്പൊ അതിന്റെ കോപ്പി കയ്യിലെടുത്ത് വെക്കുക മൺഡേ. ഓക്കെ, ഇനി എന്താണ്, സാറ്റർഡേ ആണ് നാളെ ക്ലാസ് ചെയ്യാം. സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയാണ്. അപ്പൊ കറങ്ങി കുറെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ടാകും. എങ്കിലും എന്ത് ചെയ്യാം, കുറച്ചൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കാം കേട്ടോ. പഠിക്കില്ലേ? അല്ലെങ്കിൽ 2 ദിവസം ചെറിയ ക്ലാസ്സിൽ പഠിച്ചതുപോലെ പുസ്തകം അടച്ചു വെച്ചിരിക്കണോ? ആണോ? നിങ്ങൾ സ്ട്രെങ്ത് കുറവാണല്ലോ, എന്ത് പറ്റി? റേഞ്ചിന്റെ പ്രോബ്ലംസ് ഉണ്ടോ? ഒത്തിരി പേർക്ക് സ്ട്രെങ്ത് വളരെ കുറഞ്ഞിട്ടുണ്ടല്ലോ സ്ട്രെങ്ത് അല്ലേ? എല്ലാവർക്കും പഠിച്ചു മതിയായോ? മതിയായിട്ടൊന്നുമില്ല. മതിയായിട്ടില്ല, നമ്മൾ തുടങ്ങിയുള്ളൂ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് മിസ് അല്ലേ ആയിരുന്നോ? അതെ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളുടെ ഉറക്കം, നിങ്ങൾക്ക് അടുത്ത പേരോട് ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം വന്ന് കയറിയത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പീരീഡ് നിങ്ങൾ ഇനി ആദ്യം ഉറങ്ങി ടയേർഡായി പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനല്ലേ, അതുകൊണ്ടാണ് ഫസ്റ്റ് പീരീഡ് കയറിയത് കേട്ടോ. ഫുഡ് കുറെ കഴിച്ചു, അതുകൊണ്ട് ഉറക്കം വരും. അപ്പൊ ഇനി ക്ലാസ് ടൈമിൽ മാക്സിമം കുറച്ച് കഴിച്ചോളൂ. ക്ലാസ്സിൽ വിശാലമായിട്ട് വൈകിട്ട് ചായ കഴിച്ചോട്ടോ. സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നോ? ഓക്കെ, ഇതിപ്പോ ടീച്ചറിട്ടുണ്ട്. ഓക്കെ, അത് എനിക്ക് പറഞ്ഞതാണോ എന്ന് ഡൗട്ട്. ഓക്കെ, ആരാ പറഞ്ഞത് നോക്കില്ല. ഓക്കെ, സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ കൃത്യമല്ലേ അല്ലേ?
കുറെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാനും ചെയ്തിട്ടുണ്ടാവുന്നു. യെസ്, ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനും ഇതൊക്കെ കഴിഞ്ഞ് ഇതുപോലെ തന്നെ നമ്മൾ കുറെ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെ. ഓക്കെ, ഷഫീഖ് നിയാസ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പൊ അത് വലിയ കുഴപ്പമില്ല. പിന്നെ വേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് അത്ര വലിയ കേൾക്കാൻ വലിയ സുഖമൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല. ചെറിയ ചാപ്റ്റർ ആണ്. അതിപ്പോ ഒരു 2 ക്ലാസ്സോ 3 ക്ലാസ്സോ കൂടി കഴിയും. അപ്പൊ ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ എല്ലാവരും? ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നില്ലേ? എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവരുടെയും ക്ലാസ്സുകള്? ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടമാണോ? ബോറിംഗ് ആയിട്ടൊന്നും തോന്നാറുണ്ടോ? എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇടയ്ക്കുണ്ടാവുന്നത് കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻ വരുമ്പോഴായിരിക്കും അല്ലെ. ഓക്കെ, നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് ഇതുപോലെ എന്താ അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്, ഒരു വേ ഉണ്ട് അല്ലെ. ആ ഒരു രീതിയിലായിരിക്കും ഓരോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ എന്റെ ഒരു വേയിലായിരിക്കില്ല വേറൊരു ടീച്ചർ എടുക്കുന്നത് അല്ലെ. എല്ലാവരും ഒരേ ഒരു സ്റ്റൈലാണോ? അങ്ങനെയാണോ? അല്ല അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ ചിലപ്പോ മാത്സ് ടീച്ചറിന്റെ ആ ഒരു സ്റ്റൈല് നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിനോട് നമുക്ക് ഇഷ്ടം വരില്ല. ചിലപ്പോ ആ ഒരു ടീച്ചറിന്റെ സ്റ്റൈലിനോടായിരിക്കും നമുക്ക് ഇഷ്ടക്കുറവ് അല്ലെ. സോ നമ്മൾ ആ സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയാണ് അല്ലേ. സത്യമല്ലേ പറഞ്ഞത്? സത്യമാണോ? അതെ, ഇംഗ്ലീഷിന്റെ അല്ലെ. ഇനിയിപ്പോ എന്റെ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാൻ ഈ കൂട്ടത്തിൽ പറയാൻ പറ്റില്ല അല്ലെ. അത് ഓരോ ടീച്ചേഴ്സിന് അവരുടേതായിട്ടുള്ള ശൈലിയില് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇഷ്ടപ്പെടാതെ നിവർത്തിയില്ല, ശരിയാണ്, നിവർത്തിയില്ല. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ടീച്ചേഴ്സിനോട് എടുക്കാൻ പറയാൻ പറ്റുമോ നമുക്ക്? എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവണം. ഓക്കെ, എന്റെ ക്ലാസ് ഇഷ്ടമാണെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്? ഷഫീഖാണോ? ഓക്കെ, താങ്ക് യു. അപ്പോ ഓക്കെ, നമുക്ക് ഇനി മൺഡേ കാണാം. അപ്പോ ആ ചാപ്റ്ററിന്റെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കോപ്പി എടുത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.